നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് ആരെ എന്ന വിഷയത്തിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ആ അതൃപ്തി ഇന്നലെ തന്നെ ദീപാദാസ് മുൻഷി പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചു നടത്തിയ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ആ വിഷയം ചർച്ചയാവരുത് എന്നുള്ളതായിരുന്നു ഒരു പൊതുധാരണ. പക്ഷേ കെ.സി. വേണുഗോപാൽ കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞു. ഈ തർക്കം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഇത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തർക്കിക്കുന്ന ആളുകൾ വി.എസ്. ജോയിയെ മാതൃകയാക്കണം എന്നുകൂടി കെ.സി. വേണുഗോപാൽ പറയുന്നു. അതോടൊപ്പം പ്രധാനപ്പെട്ട രണ്ട് പ്രതികരണങ്ങൾ വന്നത് ഒന്ന് കെ മുരളീധരന്റെയും അതോടൊപ്പം സണ്ണി ജോസഫിന്റെയുമാണ്. ഈ മേജർ ക്യാപ്റ്റൻ തർക്കം നടക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റനാണോ താങ്കൾ ക്യാപ്റ്റനാണോ മേജറാണോ എന്നുള്ള ചോദ്യത്തിന് രണ്ടുപേരുടെയും മറുപടി ഞങ്ങൾ സാധാരണ സൈനികരാണ് എന്നുള്ളതാണ്. പ്രവർത്തകരുടെ വിജയമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. അതോടൊപ്പം തന്നെ യുവ നേതാക്കൾക്കും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒരുപോലെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. കോൺഗ്രസിൽ ഒരു ക്യാപ്റ്റന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത്. എല്ലാവരുടെയും വിജയം എന്നുള്ളത് തന്നെ ഷാഫിയും പറയുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട ചർച്ചയായി ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കടന്നുപോയി. ഹൈക്കമാൻഡിന്റെ അതൃപ്തി ഉള്ളതിനാൽ തന്നെ ഈ ചർച്ച ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തോടെ അവസാനിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അൻവറിന്റെ വിഷയമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയർന്നു വന്ന മറ്റൊരു കാര്യം. അൻവറിനെ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കെ സുധാകരൻ വേണമെന്ന നിലപാടെടുത്തപ്പോൾ വേണ്ട എന്ന വി.ഡി. സതീശന്റെ പിന്തുണയ്ക്ക് നിലപാടിനും വലിയ തോതിലുള്ള പിന്തുണ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കിട്ടി. മറ്റൊന്ന് തരൂരിന്റെ കാര്യമാണ് ചർച്ചയ്ക്ക് വന്നത്. തരൂരിനെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോകണം എന്നുള്ള നിലപാട് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ, തരൂരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ തരൂർ നിരന്തരമായി പ്രശ്നമുണ്ടാക്കുന്നു. തരൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്നുള്ളതാണ് മറ്റു പല നേതാക്കളും അഭിപ്രായപ്പെട്ടത്. എന്തായാലും ഈ കാര്യങ്ങളിലൊന്നും ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മുന്നണി വിപുലീകരണം അടക്കമുള്ള വിഷയങ്ങളിലും ചർച്ച തുടരുകയാണ്. അന്തിമ തീരുമാനമെടുക്കാൻ ഇനിയും ഒരുപാട് യോഗങ്ങൾ കോൺഗ്രസിൽ ചേരേണ്ടി വരും.